കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തമിഴ് ഭാഷാ പണ്ഡിതന്മാരുടെ എണ്ണത്തിൽ ഗണ്യമായൊരു വർധന ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ ധീരസൂരൻ എന്നൊരു തമിഴ് സിനിമ ഞാൻ കണ്ടിരുന്നു. സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിലേക്കല്ല ഞാനിപ്പോൾ പോകുന്നത്. സിനിമയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ചിരുന്നു. കൂടാതെ തന്നെ വേറെയും കുറച്ച് കേരള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സുരാജിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. പെർഫോമൻസ് വൈസ് വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് എന്നാണ് നിരൂപകരടക്കം പറഞ്ഞത്. പക്ഷേ എല്ലാ നിരൂപകർക്കും, അതായത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ നിരൂപകർക്കും അല്ലെങ്കിൽ നമുക്ക് റിവ്യൂവർമാരിൽ തലതൊട്ടപ്പന്മാരെല്ലാം പറഞ്ഞൊരു കാര്യം, സുരാജിൻ്റെ തമിഴ് ഡബ്ബിങ് അത് മോശം, വളരെ മോശം. ഡബ്ബിങ്ങിൻ്റെ ഒരു പോരായ്മകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം ആണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സിനിമ ഉണ്ട്. അപ്പോൾ ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുണ്ടായിരുന്നത് ശരിയായിരിക്കും, ഒരു മലയാളിയല്ലേ. ഇപ്പോൾ മലയാളി നമ്മൾ തമിഴ് സംസാരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ശൈലി കടന്നു വരിക എന്നുള്ളത് സ്വാഭാവികം തന്നെയായിരിക്കും. പക്ഷെ ഞാനിന്ന് സിനിമ കണ്ടു. സിനിമയുടെ ഇൻ്റർവെല്ലടക്കം കണ്ടിട്ട് എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് സിനിമ കണ്ടത് തിരുവനന്തപുരത്തെ ഏരീസ് ഫ്ലെക്സിലെ ഓഡിഫൈ എന്നൊരു സ്ക്രീനിലാണ്. ഭൂരിഭാഗം പേരും തമിഴ് സ്വദേശികളായിരുന്നു സിനിമ കാണാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അടുത്തിരുന്നവരോടൊക്കെ ഞാൻ വെറുതെ ഇൻ്റർവെല്ലിൽ ഒരു കുശലാന്വേഷണം പറഞ്ഞ് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിനിടയിൽ സുരാജിൻ്റെ അഭിനയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇതൊരു സാധാരണ ഒരു തമിഴ് സിനിമ കാണുന്നത് പോലെയാണ് അവർ കണ്ടതെന്നാണ്. അപ്പം ഓക്കെ. അപ്പം സെക്കൻഡ് ഹാഫിലായിരിക്കും ഈ നമ്മുടെ തലതൊട്ടപ്പന്മാർ പറഞ്ഞ സുരാജിൻ്റെ ഡബ്ബിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുന്നത് എന്ന് ഞാൻ കരുതി. അപ്പം ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് പോയി. അപ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു, സിനിമ തീർന്ന് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് ഈ ഡബ്ബിങ്ങിൽ നമ്മുടെ ഈ ഒരു റിവ്യൂവർമാരുടെ തലതൊട്ടപ്പന്മാർ പറഞ്ഞ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീണ്ടും തമിഴ് സ്വദേശികളായിട്ടുള്ള കുറച്ച് പേര്, അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുറച്ച് പേരോട്ട് ഇങ്ങനെ സൗഹൃദ വലയം പോലെയൊക്കെ ആയിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയിരുന്നു? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രശ്നം തോന്നിയിരുന്നില്ല, നമ്മളിത് സാധാരണ ഒരു തമിഴ് സിനിമ കാണുന്നു എന്ന രീതിയിൽ അവർ കണ്ടോളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവരോട് ഈ കാര്യം ഒരു വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ എല്ലാവരും നമ്മളെ പോലെ ഇങ്ങനെ വീഡിയോ, ഇപ്പം ഞാൻ തന്നെ എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് അവസാനം വീഡിയോയുടെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് വന്നത് തന്നെ. അപ്പോൾ അതുപോലെ എല്ലാവരും ആയിരിക്കണമെന്നില്ലല്ലോ, കോൺഫിഡൻസിൻ്റെ കാര്യമല്ല. അപ്പം എല്ലാവർക്കും അവരുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വിമുഖത കാണിച്ചപ്പോൾ ഞാൻ അവരെ നിർബന്ധിച്ചില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഭാഷാ പാണ്ഡിത്യം ഒക്കെ ഇക്കാര്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുക. സിനിമയുടേതായ വഴിക്ക് വിടുക. ഒരു ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം സിനിമ എൻജോയ് ചെയ്ത് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള അവിടെ നമ്മൾ സിനിമ വെച്ച് നിർത്തുക. അനാവശ്യമായിട്ടുള്ള അനാലിസിസിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും, അതായത് സിനിമകളെല്ലാം ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ എന്താ പറയുക, ആ ഒരു ചുവട് പിടിച്ചിട്ട് പല ഭാഷകളിലേക്കും ഡബ്ബ് ചെയ്യപ്പെടുന്നുണ്ട്. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം. അപ്പോൾ മലയാളത്തിലേക്ക് സിനിമകൾ ഡബ്ബ് ചെയ്ത് വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഒരു തലതൊട്ടപ്പന്മാരുണ്ടല്ലോ ഈ റിവ്യൂവർമാരിൽ, അയ്യോ കാണരുതേ, മലയാളത്തിലുള്ള ഡബ്ബിങ് കാണരുതേ, നിങ്ങൾ തമിഴ് കാണൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് മലയാളത്തിൽ ഡബ്ബിങ് കൊള്ളില്ല, അല്ലെങ്കിൽ ഈ മുരട്ട ന്യായങ്ങളാണ് ബേസിക്കലി, അല്ലാതെ വേറെ അവർക്ക് പ്രത്യേകിച്ചൊന്നും. അവർ പറയും മലയാളത്തിൽ അത് കൊള്ളില്ല, മലയാളത്തിൻ്റെ ഇത് കൊള്ളില്ല. എന്താണ് പ്രശ്നമെന്ന് അവരുടെ ആത്യന്തികമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഞാൻ അനേക സിനിമകൾ മലയാളത്തിലുള്ള ഡബ്ബ് വെർഷൻ ഞാൻ കണ്ടിരിക്കുന്നു. എനിക്കെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ പാട്ടിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്യുമ്പോഴത്തേക്കും വ്യക്തമായിട്ടുള്ള ഒരു വാക്കുകൾ ചിലപ്പം കിട്ടണമെന്നില്ല, ചിലപ്പം അവിടെ ഇവിടെയൊക്കെ. പക്ഷെ അത് നമ്മൾ എല്ലാ ഭാഷകളിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ തമിഴ് ഭാഷയിലേക്ക് എടുത്തു കഴിഞ്ഞാലും അതേ പ്രശ്നം തന്നെ അവിടെ ഉണ്ടാകും. പക്ഷെ നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളിത് കണ്ണും പൂട്ടിയിരുന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടേതായ ഒരു വഴിക്ക് വിടുക. ഡബ്ബിംഗ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ അത് വിടുക. തീരെ അരോചകമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയാം. പക്ഷേ അല്ലാത്തൊരു സ്ഥിതിക്ക് ഇപ്പോൾ ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഒരു ധീരസൂരൻ എന്നൊരു സിനിമയെക്കുറിച്ചിട്ട് തമിഴ് സ്വദേശികൾക്ക് ഇല്ലാത്തൊരു പ്രശ്നമാണ്. അതായത് സുരാജിൻ്റെ തമിഴ് ഡബ്ബിങ്ങിൽ തമിഴ് സ്വദേശികൾക്ക് ഇല്ലാത്ത പ്രശ്നമാണ് മലയാളത്തിലെ തലതൊട്ടപ്പന്മാരായ റിവ്യൂവേഴ്സിന് ഉള്ള പ്രശ്നം. അതുപോലെ തന്നെ അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും അയ്യോ കാണരുത്, അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ പറയാമല്ലോ ഇതെന്തിനാണ് നമ്മൾ തമിഴ് ഇമ്പോസിഷൻ നമുക്ക് മലയാളികളെ മേൽ നടത്തുന്നത്. കാരണം ഇവരുടെ ഈ ഒരു പ്രോബ്ലം കാരണം എനിക്കിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്. അപ്പോൾ എനിക്ക് മലയാളത്തിൽ ഒരു ഡബ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ കാണാനായിട്ട് എനിക്ക് തപ്പിയെടുക്കേണ്ടിയിരിക്കുന്നു തിയേറ്റർ ലിസ്റ്റ്. എന്നിട്ട് നമുക്ക് നേരെ ചെയ്യുക തിയേറ്റർ ലിസ്റ്റ് പോലും നേരെ കിട്ടാത്ത ഒരവസ്ഥയാണ്. കാരണം ഈ ഒരു എന്താ പറയുക ഈ ഒരു തമിഴ് ഇമ്പോസിഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. അപ്പം ഈ ഒരു പ്രവണത എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണം. എൻ്റെ ഒരു ഭാഗത്ത് ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. നന്ദി.